അപ്പൊ ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം പ്രമാണിച്ചുള്ള പടുക്ക ഘോഷയാത്രയാണ്. ഞങ്ങളാണെങ്കിൽ കുളിച്ച് കുറേ നേരം കാത്തു നിന്നിട്ടാണ് സംഭവം ഇങ്ങ് എത്തിയത്. അച്ഛനാണെങ്കിൽ കുറേ നേരമായിട്ട് വെളിയിറങ്ങിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എപ്പോൾ വരും എന്നുള്ളത്. അതിനൊരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. ഇപ്രാവശ്യത്തെ പടുക്ക ഘോഷയാത്രയ്ക്ക് എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സംഭവം ഇങ്ങ് എത്തി. ചെണ്ടക്കൊട്ടും തെയ്യവും ഒക്കെ ആയിട്ട് സംഭവം നല്ല കളറായിരുന്നു. പോകുന്നു എൻ്റെ അമ്മ. അമ്മ മാത്രമല്ല, വേറെ കുറേ ആന്റിമാരൊക്കെ ഉണ്ടായിരുന്നേ. ഇതുപോലെ ഓരോ ജംഗ്ഷനിലും പടുക്ക ഘോഷയാത്ര അമ്പലത്തിലേക്ക് ഉണ്ടായിരിക്കുവേ. അങ്ങനെ അവർ പോയപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഓരോ ജംഗ്ഷനിൽ നിന്നുള്ള ഘോഷയാത്ര അമ്പലത്തിൽ വന്നിട്ട് പടുക്കകളെല്ലാം കൊണ്ടുവന്ന് ആനക്കൊട്ടിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കും. നമ്മൾ കൊണ്ടുപോയതിൽ ബാക്കി വരുന്ന പൊരിയും മറ്റ് പഴവർഗ്ഗങ്ങളെല്ലാം അവർ നമ്മൾക്ക് തിരിച്ചും തരും. അങ്ങനെ ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് വരുന്ന എല്ലാ ഘോഷയാത്ര ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ. ഒന്നും രണ്ടും ഒന്നുമല്ല, കുറേ ഘോഷയാത്രകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട്. ഈ ഘോഷയാത്രകളെല്ലാം തന്നെ അമ്പലത്തിൽ കയറി അമ്പലത്തിന് വലം വെച്ച് ദേവിയെ കണ്ടു തൊഴുതതിന് ശേഷമാണ് ആനക്കൊട്ടിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത്. ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു കാരണം കൂടെ ഉണ്ട്. അവർ തിരിച്ചു തന്നു വിടുന്ന പൊരി തിന്നാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ജംഗ്ഷനിൽ നിന്നുള്ള ഘോഷയാത്ര അമ്പലത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അമ്മതേ ഞാൻ കാത്തിരുന്ന സാധനവും കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയി കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പിന്നെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.